എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ലോക സിനിമ അല്ലേ, നമ്മളെല്ലാം ഒരു സന്തോഷകരമായിട്ടുള്ള ഞെട്ടലിലാണ് അല്ലേ? എല്ലാവരും തന്നെ, നിങ്ങളെല്ലാവരും തന്നെ ഹാപ്പി അല്ലേ? അപ്പോൾ എല്ലാവരും തന്നെ ഇങ്ങനെ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഞെട്ടൽ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഞെട്ടലുമില്ല. കാരണം ലോക സിനിമ ഇങ്ങനെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയതിൽ എനിക്ക് ഒരു അതിശയവും തോന്നുന്നില്ല. കാരണം അതങ്ങനെ വരുത്തുള്ളൂ, വേറെ ഒരു രീതിയിലും അതിൻ്റെ റിസൾട്ട് വരത്തില്ല. ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആകുക എന്നുള്ളത് ഒരു സുന്ദരമായിട്ടുള്ള, ദിവ്യമായിട്ടുള്ള, ഡിവൈനായിട്ടുള്ള നിമിത്തമാണ്. നിമിത്തം എന്താണെന്ന് അറിയില്ലേ? യുനോ വാട്ട് ഈസ് നിമിത്തം? നിമിത്തം എന്ന് പറഞ്ഞ വിധി, അതായിരുന്നു എൻ്റെ വിധി. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിമിത്തം എന്ന് പറയുന്നത്? കാരണം മറ്റേ സിനിമയുടെ ടെക്നിക്കൽ മറ്റേ അതൊക്കെ നിങ്ങൾ റിവ്യൂ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ലോക സിനിമ നിങ്ങൾ ഇനിയും, ഞാൻ ഇനിയും അത് ഇങ്ങനെ ഒരു ഡസൻ കണക്കിന് വട്ടം കാണാൻ പോവുകയാണ്. നിങ്ങൾ ഒരു 10-15 വട്ടം കാണണം, കാരണം അത്ര രസകരമായിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ഞാൻ നിമിത്തം എന്ന് പറയാൻ കാരണം അതങ്ങനെ വരുത്തുള്ളൂ. കാരണം ഇതിനകത്ത് യക്ഷി, ചാത്തൻ മുതലായിട്ടുള്ള ഉഗ്രശക്തികളുടെ പരാമർശമുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് അത് ഹിറ്റ് ആവുന്നത്. അപ്പം പലവരും ഇപ്പം വാട്ട് ഈസ് ദിസ് ഗൈ ടോക്കിംഗ്, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നിമിത്തം എന്ന് പറയാൻ കാരണം, ഇപ്പം ഈ സിനിമയിലെ പ്രധാന ക്യാരക്ടർ ആയിട്ടുള്ള കല്യാണി മാഡം, യക്ഷി എന്ന് പറയുമ്പോൾ, യോഗിണി, യക്ഷി എന്നൊക്കെ പറയുമ്പോൾ ഭദ്രകാളി ദേവിയുടെ അംശം, ആ ഫെമിനൈൻ ശക്തി ആയിട്ടൊക്കെ വരും. പിന്നെ ചാത്തൻ സ്വാമി ഒക്കെ പരാമർശമുണ്ട്, കുട്ടിച്ചാത്തന്മാർ, സ്വാമികൾ. അപ്പോൾ അവരെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ, ഇൻ അവർ നാട്, പണ്ട് സോ മെനി ഇയേഴ്സ് എഗോ ഈ പറയുന്ന ഉഗ്രശക്തികളെയൊക്കെ നമ്മുടെ പൂർവികർ ആരാധിച്ചിരുന്നു. ഓക്കെ, അതായത് ഈ പറയുന്ന കുട്ടിച്ചാത്തൻ സ്വാമി അല്ലെങ്കിൽ ചാത്തൻ സ്വാമി, ഭദ്രകാളി ദേവി, സർപ്പക്കാവുകളിൽ കാവുകളുണ്ടായിരുന്നു. ഈ ഉഗ്രശക്തികളെ നമ്മൾ ആരാധിച്ചു. കാരണം ഇത് നിങ്ങളിൽ എത്ര ഗൈസിന് ഇത് മനസ്സിലാവും എന്നറിയത്തില്ല. ഇനി ഇത് എന്നെ ട്രോൾ ചെയ്യാതെ സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷനോട് കൂടി നിങ്ങളിത് കേൾക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ പറയുന്നത് ഹിസ്റ്ററിയാണ്, ചരിത്രം. അത് ഒരുപാട് നാളുകൾക്ക് മുമ്പ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ പൂർവികർ, നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, ഗ്രേറ്റ് ആൻസിസ്റ്റേഴ്സ്, അവർ അപ്പനപ്പന്മാർ, ഇവർ ഈ പറയുന്ന ചാത്തൻ സ്വാമി, ഭദ്രകാളി ദേവി, സർപ്പക്കാവുകളിൽ നാഗദൈവങ്ങളെയൊക്കെ ആരാധിച്ചിരുന്നു. പിന്നീട് കാലക്രമേണ വേറെ ഒരുപാട് കൾച്ചേഴ്സ് വരികയും വേറെ മതങ്ങൾ ഒക്കെ വരികയും, അത് ബ്യൂട്ടിഫുൾ, സുന്ദരമാണ്. വരുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ആരാധന രീതികൾ, മൂർത്തി എന്നാണ് പറയുക, ഡെയ്റ്റി, ഇവരെയൊക്കെ ഡെയ്റ്റീസ് എന്നാണ് പറയുക, ഇതെല്ലാം മാറി. കുലദൈവങ്ങളെയൊക്കെ മറന്നു. അപ്പം മറന്നേ ഉള്ളൂ, ഇത് നിങ്ങൾ സാധാരണ മനുഷ്യർ മറന്നേ ഉള്ളൂ. പക്ഷേ മൂർത്തികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മൂർത്തികൾ ഇങ്ങനെ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം അവരുടെ മണ്ണാണിത്, അവരുടെ മണ്ണും നമ്മളെല്ലാം അവരുടെ മക്കളാണ്, അവർ കാക്കുന്ന മണ്ണാണിത്. അവരെങ്ങും പോകത്തില്ല, അവരിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ നോക്കിയപ്പോൾ നിങ്ങൾ മനുഷ്യരെല്ലാം കൂടെ ഇപ്പോൾ ഭയങ്കര ബിസിയാണ് നിങ്ങളെല്ലാവരും അല്ലേ, പക്ഷെ സിനിമ കാണുന്നുണ്ട്. അപ്പോൾ അവർ നോക്കിയപ്പോൾ സിനിമയാണ് ഏറ്റവും നല്ല മീഡിയം. അപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ ബ്രഹ്മയുഗം, ഈ പറയുന്ന ചാത്തൻ സ്വാമി, വരാഹി ദേവി ഒക്കെ വന്നിരുന്നു. അതിലൂടെ മനസ്സിലായി. ഇതേ ഇപ്പോൾ വീണ്ടും. അപ്പോൾ ഈ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷനൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ, വർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലൂടെ കല്യാണി മാഡം, പിന്നെ നസ്ലിൻ സാറ് ഒക്കെ വന്നു. ഈ പടം ഇപ്പോൾ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇതിലൂടെ നിങ്ങൾ മനുഷ്യർ, നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ കേരളക്കരയുടെ മക്കൾ ഈ പറയുന്ന കുലദൈവങ്ങളെക്കുറിച്ച് വീണ്ടും അറിഞ്ഞു തുടങ്ങുകയാണ്. അതായത് യക്ഷി, പിന്നെ ഇത് തന്നെ യക്ഷി എന്ന് പറയുന്ന ദേവി, ഭഗവതി അല്ലെങ്കിൽ ചാത്തൻ സ്വാമി ഒക്കെ വീണ്ടും അറിഞ്ഞു തുടങ്ങുകയാണ്. അപ്പം ഇതിലൂടെ എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയോ സബ് കോൺഷ്യസ് മൈൻഡിൽ ചാത്തൻ സ്വാമിയെയൊക്കെ കുറിച്ച് വീണ്ടും ഭക്തർ കൂടുകയാണ്.
കൂടും. അത് തന്നെയാണ് അതിൻ്റെ നിമിത്തം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നല്ല കാര്യം. ഇതാണ് ഇതിൻ്റെ ഡീപ്പർ മീനിങ് എന്ന് പറയുന്നത്. അപ്പം സന്തോഷം. ചാത്തൻ സ്വാമിക്ക് ഭക്തന്മാർ കൂടട്ടെ, എല്ലാവരും വരട്ടെ, പുതിയ ജനറേഷനിലുള്ള ആളുകൾ വരട്ടെ, പ്രാർത്ഥിക്കുക ചാത്തൻ സ്വാമി, ഭദ്രകാളി ദേവിയെ ആരാധിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക ഇവരെ. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല, പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ശാസ്താവിനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി, നന്മയോടുകൂടി പ്രാർത്ഥിക്കുക. ഡാർക്കാവരുത്, ചുമ്മാ ഡാർക്കായിട്ട് പ്രാർത്ഥിക്കരുത്. അവനിട്ട് പണി കൊടുക്കണം, ഇവനിട്ട് പണി. അപ്പോഴാണ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആവശ്യമില്ലാതെ നിങ്ങൾ കണ്ടവരെ പറ്റി ഡാർക്കായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ സീൻ ഡാർക്കാവും. അതല്ലാതെ നമ്മൾ നന്മയോടുകൂടി, നല്ല ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഈ പറയുന്ന ചാത്തൻ സ്വാമിയെയും കുട്ടിച്ചാത്തന്മാരെയും ഉഗ്രരൂപികളായിട്ടുള്ള ഈ മൂർത്തികളെയും നാഗദൈവങ്ങളെയും ഭദ്രകാളി ദേവിയെയും വരാഹി ദേവിയെയും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, നല്ല ഉദ്ദേശത്തോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നന്മ ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മുടെ കുലദൈവങ്ങളാണ്. അപ്പോൾ ഈ കുലദൈവം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ കുലദൈവം വാട്ട് ആർ യു ടോക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. എനിക്കിപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള ഒരു ശക്തിയുമില്ല. പിന്നീട് അവസരം കിട്ടുവാണെങ്കിൽ പറയാം. അവസരം വരട്ടെ, സമയം വരട്ടെ. തൽക്കാലം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക നല്ല മനസ്സോടുകൂടി. കീപ് ദ മൈൻഡ് ക്ലീൻ. കീപ് യുവർ മൈൻഡ് ആൻഡ് ഹാർട്ട് ക്ലീൻ. നോ ഡാർക്ക്നെസ്. ഒന്ന് തുടങ്ങും, പ്രാർത്ഥിച്ചൊക്കെ തുടങ്ങും. ചാത്തൻ സ്വാമിയും ഭദ്രകാളി ദേവിയൊക്കെ, സർപ്പങ്ങളെയും നാഗദൈവങ്ങളെയൊക്കെ ഒന്ന് ആരാധിച്ച് തുടങ്ങും. ഗുണമേ ഉണ്ടാകത്തുള്ളൂ. കാരണം നമ്മുടെ കേരളക്കരയിൽ, ഇപ്പം ഞാൻ മറ്റ് സ്ഥലങ്ങളെക്കുറിച്ച് പറയണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ ഒറിജിനൽ കുലദൈവങ്ങൾ, മൂർത്തികളായിരുന്നു ഇവരെല്ലാവരും. എല്ലാവരും മറന്നുപോയതാണ്. ഞാൻ മറന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ ഒരു സംശയം, ഞങ്ങൾ ഈ മറ്റ് മതസ്ഥർ ഒന്നും പ്രശ്നമില്ലെന്നേ. ഈ ചാത്തൻ സ്വാമിയെയും പിന്നെ ഈ പറയുന്ന ദേവിയെയും ഭഗവതി, ഇവർക്കങ്ങനെ ഇവർ മതങ്ങളൊന്നും നോക്കത്തൊന്നുമില്ല. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. അതൊക്കെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇവർക്ക് മതവും കാര്യങ്ങളൊന്നും, അതൊക്കെ മനുഷ്യൻ്റെ മനസ്സിലല്ലേ ഈ മതം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വേർതിരിവൊക്കെ, ഒന്നും വേർതിരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെല്ലാവരും ഓൾ ആർ ഈക്വൽ മാൻ. ലെറ്റ്സ് ഗോ, കം ഓൺ. ലവ്, പ്യുവർ ലവ്, ലെറ്റ്സ് ഗോ.